ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. തുടക്കം എന്ന് പറഞ്ഞ സിനിമയിലെ സോങ് വന്നിട്ടുണ്ട്. തളിരോമലെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങാണ് അത്. നമ്മുടെ ചിത്ര ചേച്ചിയാണ് പാടിയിട്ടുള്ളത്. ജെയ്ക്സ് പിജോയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വിസ്മയ മോഹൻലാലാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ജൂഡ് ആന്റണി ജോസഫ്, കുറെ ആളുകളുണ്ട്. ആൻഡ് ലാലേട്ടനും ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്കറിയില്ല. അപ്പൊ ഈ സോങ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് മെൻഷൻ ചെയ്തു. ഞാൻ എന്തായാലും ഇന്നലെ തന്നെ ഇതിന്റെ ചെറിയൊരു പ്രൊമോ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സോങ് ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ആളുകൾ മെൻഷൻ കൂടി ചെയ്തതുകൊണ്ട് താല്പര്യം കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഫുൾ വോയിസിലിട്ടിട്ട് ഒന്ന് കേട്ടു നോക്കാം. 5 മിനിറ്റ് 23 സെക്കൻഡാണ് കേട്ടോ. റെഡി. ആരോ റേഡിയോയിൽ പട്ടുവെക്കുന്നു. ചിപ്പിയോ? ഓ, ഇയാള് ഭയങ്കര കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇഷ്ടമായി തുടങ്ങി. ചിന്തിക്കാണ് ഓർമ്മകൾ. പകരം വെക്കാനില്ലാത്ത ലാലേട്ടൻ്റെ ചെറുതൂവലേ
പ്യുവർ ഫീൽ ഗുഡ്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. ആൻഡ് കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ചിത്രചേച്ചിന്റെ വോയിസ് ഒരു രക്ഷയില്ലാത്ത വോയിസ് ആണ്. കാരണം ഇത്തരം പാട്ടുകൾക്ക് പുള്ളിക്കാരിയുടെ വോയിസിനോളം മാച്ച് ആയിട്ടുള്ള ഒരു വോയിസ് മലയാളത്തിൽ വരല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിൽ വരല്ല തോന്നുന്നു. നമുക്ക് അങ്ങനെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ അത്രയും മെൽട്ടായി പോകില്ല നമ്മൾ. അങ്ങനത്തെ ഒരു വോയിസ് എന്ത് രസമായിരിക്കാം. ശരിക്കും ഒരു താരാട്ട് പാട്ട് പോലെയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫീൽ ഗുഡ് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ചെന്ന് നമ്മളെ ഒരു സമാധാനപ്പെടുത്തുന്ന പോലെ സാന്ത്വനപ്പെടുത്തുന്ന പോലെയൊക്കെ എനിക്ക് അങ്ങനെയാണ് ഇത്തരം പാട്ടുകൾ പുള്ളിക്കാരി പാടുമ്പോൾ തോന്നുക. ഭയങ്കര ഇഷ്ടം തോന്നും പുള്ളിക്കാരോട് നമ്മുടെ. ദെൻ ഓഫ്കോഴ്സ് നമുക്ക് ചിത്രേച്ചനെ അറിയാലോ, ആ ഒരു സ്വഭാവവും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇഷ്ടം പാട്ടിലും വരുന്നുണ്ട്. ആൻഡ് അത്രയും നല്ല പാട്ടൊരു സൈഡിൽ ഉണ്ടായിട്ടും ശ്രദ്ധ ഇതിലേക്ക് പോകുന്നു എന്നുള്ളത്, കാരണം വിഷ്വൽസിലേക്ക് പോകുന്നു എന്നുള്ളത് കിഡ്ലനായിട്ടുള്ള മേക്കിങ്ങിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് രസമായിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്, വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഫീൽ ഗുഡ് ഇമോഷണൽ സാധനങ്ങൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് വിസ്മയ മോഹൻലാൽ ആയതുകൊണ്ട് തന്നെ ലാലേട്ടനിസം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഇത് അറിയാതെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു തുടക്കക്കാരിയാണ്, അതുകൊണ്ട് ലാലേട്ടൻ്റെ മകളായതുകൊണ്ട് ലാലേട്ടൻ പോലെ അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. പക്ഷെ ക്ലോസ് വെച്ച് ചില സ്ഥലത്തൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്ന പോലെ തോന്നി. ചില സ്ഥലങ്ങളിലൊക്കെ ആ പുതിയ തുടക്കക്കാരി എന്നുള്ളതിൻ്റെ ഒരു കുറവല്ല, ഒരു ചമ്മല് പോലെയൊക്കെ ഒരു ഫീൽ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. മോശമായിട്ടൊന്നും എല്ലാം പറയണത്. ചില സ്ഥലത്ത് അങ്ങനെ എനിക്ക് തോന്നി, ഒരു ആ ഡാൻസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരു ചമ്മലോടുകൂടി ചെയ്തതാണോ എന്നൊരു തോന്നൽ. മേ ബി നമ്മുടെ ചിന്ത കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. ബട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സായികുമാർ ആ ചെറുപ്പം ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിപ്പി ഇഷ്ടമുള്ള നടിയാണ്. ഈ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് മാച്ചിങ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വാട്ട് എവർ, എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല സോങ്ങാണ്. ജേക്സ് ബിജോയ് പുള്ളിക്കാരൻ എന്ത് ചെയ്താലും തൊട്ടെല്ലാം പൊന്നാക്കുന്ന ഒരു ആള്. ഇനിയും അത്തരത്തിൽ വളരെ 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 നല്ല സോങ്സ് വരട്ടെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിന്റെ കമന്റിൽ തന്നെ ഫസ്റ്റ് കമന്റിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ട സാധനം കറക്റ്റാണ്. അതായത് തുടരും സിനിമയ്ക്കാണെങ്കിൽ മറ്റേ സോങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ അതുപോലെ ഒരു നല്ല, അത് നമ്മളെ ആ പാട്ടിന്റെ പേരെന്തായിരുന്നു, ഇനിയിപ്പോൾ എടുത്ത് നോക്കണോ, അത് നോക്കിയപ്പോൾ കണ്ടൊരു സാധനമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അയ്യോ, ഇതിൽ കാണാം, തുടരും ഈക്വൽ കൺമണിപ്പൂവെ MG ശ്രീകുമാർ, തുടക്കം ഈക്വൽ തളിരോമലെ KS ചിത്ര, ജേക്സ് ബിജോയ് ഓഫ് കോഴ്സ്. സോ ബ്രില്യൻറ്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.